നമുക്കും ഒരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ടാൽറോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരുക്കുന്ന എഡ്യൂടെക് കോൺക്ലേവുകളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലാതല എഡ്യൂടെക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി കേരളത്തിലെ ക്യാമ്പസുകളെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രൂപം കൊണ്ട സിലിക്കൺ വാലി മോഡലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ടാൽറോപ്പിന്റെ ആശയത്തിന് മികച്ച പിന്തുണയാണ് ക്യാമ്പസ് മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത കോൺക്ലേവ് നൽകിയത്. ആൻഡ്രൂ ആന്റണി MP കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈജ്ഞാനിക അടിത്തറയുള്ള മുന്നോട്ടുള്ള പാതയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയാണ്. ആ തലമുറയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി നമ്മൾ കാണുന്നത്. അവരുമായി സംവദിക്കുന്ന ഒരു വേദി നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് അടിത്തറ പാകുന്ന ഒന്നായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രോബ്ലം സെഗ്മെന്റിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവച്ചു. കേരളത്തിന് ആഗോള സാധ്യതകളെ ഉൾക്കൊള്ളുന്നതിന് സഹായകമായ ഒരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതിയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷൻ. ടാൽറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO ഷമീർ ഖാൻ സ്വാഗതം പറഞ്ഞ കോൺക്ലേവിൽ MLA-മാരായ KU ജനീഷ് കുമാർ, പ്രമോദ് നാരായൺ, പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു IAS, മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS എന്നിവർ കോൺക്ലേവ് മുന്നോട്ട് വെക്കുന്ന പ്രമേയത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് വിശദീകരിച്ചു. പുതിയ കേരളം ഉണ്ടാകുന്നത് സംരംഭകത്വം എന്ന സഞ്ചാരപാതയിലൂടെയാണ് എന്ന് നാം എല്ലാം വിശ്വസിക്കുന്നു. എല്ലാ മേഖലയും ആ മാറിയ കാലത്തിനനുസരിച്ച് രൂപപ്പെടണം. കൂടുതൽ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി K. മണി, വിവിധ സ്കൂൾ കോളേജ് മാനേജ്മെന്റുകളുടെ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും പാനൽ ഡിസ്കഷന്റെ ഭാഗമായി. കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്ന ക്യാമ്പസുകൾ തന്നെയാണ് ഇന്നിന്റെ ആവശ്യമെന്ന് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ പറഞ്ഞു. അടുത്ത 15 വർഷത്തിന് ശേഷമുള്ള കോഴ്സ് എന്താണെന്ന് ഇപ്പോൾ പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ക്യാമ്പസുകളാണ് നമുക്ക് ആവശ്യം. നമ്മൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്, സത്യമാണ്. പക്ഷെ എന്തിന് ലിറ്ററേറ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കില്ലിംഗ് ഇല്ല. അപ്സ്കില്ലിംഗ് ആണ് ആവശ്യം. ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന, അവരുടെ ആശയങ്ങളെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളർന്നു വരേണ്ടതെന്ന് റിപ്പോർട്ടർ TV കൺസൾട്ടന്റ് എഡിറ്ററും അക്കാദമിക് വിദഗ്ധനുമായ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. ഏറ്റവും ഇന്നൊവേറ്റീവായ എഡ്യൂക്കേഷൻ ഏറ്റവും അഫോർഡബിളായി ലഭ്യമാവുന്ന ഹൈബ്രിഡ് ക്യാമ്പസുകളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിവർത്തനത്തിന് വിധേയമാകുമ്പോഴാണ് സിലിക്കൺ വാലി മോഡലിൽ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ രൂപപ്പെട്ടു വരികയെന്ന് ടാൽറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജുമുദ്ദീൻ പറഞ്ഞു. അത്തരമൊരു ഇക്കോസിസ്റ്റം ഇവിടെ വിപ്ലവത്തിന് വിത്തുപാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കൊരു എക്കോസിസ്റ്റം ഇന്നേവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സിലിക്കൺ വാലി പോലെ നമുക്കൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെ നാട് വിട്ട് പോകില്ല. നാട് വിട്ട് പൊയ്ക്കോട്ടെ, സത്യത്തിൽ നമ്മൾ വിദേശത്ത് പണമൊക്കെ വന്നാലേ നമ്മുടെ നാട് ഡെവലപ്പ് ആവും. പക്ഷെ എല്ലാവരും ഈ നാട് പറ്റില്ല, ഈ നാട് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതാണ് പ്രശ്നം. നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിദേശത്ത് പോകണം. ടാൽറോപ്പ് ക്യാമ്പസുകൾക്ക് വേണ്ടി ഒരുക്കിയ സ്കൂളുകളെ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജരാക്കുന്ന ടിക്കറ്റ് സ്കൂൾ, എക്സ്പീരിയൻസോടുകൂടി തൊഴിൽ ഉറപ്പ് നൽകുന്ന ജോബ് ഷുവർ ക്യാമ്പസ്, ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബ് ഒരുക്കി അനവധി ഇൻഡസ്ട്രികളെ ക്യാമ്പസുകളിലേക്ക് എത്തിക്കുന്ന ടെക്കി സ്പാർക്ക് എന്നീ പ്രോജക്റ്റുകളുടെ പ്രസന്റേഷനും നടന്നു.
ടാൽഡ്രോപ്പിന്റെ അട്ടപ്പാടി മിഷനിലൂടെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ടെക്നോളജി പഠിച്ച് IT എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്ന അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ നിന്നുള്ള യുവാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. റിപ്പോർട്ടർ, പത്തനംതിട്ട.